കഴുത്തുവേദന വന്നാൽ ചൂട് വെക്കണോ അതോ ഐസ് പാക്ക് വെക്കണോ? വേദന കുറയാൻ ചൂടോ തണുപ്പോ എങ്ങനെ ശരിയായി ഉപയോഗിക്കണം പറഞ്ഞു തരാം. പലരിലും തെറ്റായ കാര്യങ്ങൾ തെറ്റായ സമയത്ത് ചെയ്യുന്നത് കൊണ്ടാണ് കഴുത്തുവേദന വർദ്ധിക്കാറുള്ളത്. കഴുത്തിന് പെട്ടെന്നുണ്ടായ ഇഞ്ചുറി, മസിൽ സ്ട്രെയിൻ, ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം ഇവമുള്ളപ്പോൾ ആദ്യ 24 മുതൽ 48 മണിക്കൂറിൽ ഐസ് പാക്ക് കൂടുതൽ ഗുണം ചെയ്യാം. അത് വേദനയും വീക്കവും കുറയ്ക്കാൻ സഹായിക്കും. എന്നാൽ ദീർഘകാലമായുള്ള കഴുത്തുവേദന, മസിൽ ടൈറ്റ്നസ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് ഇവയിൽ ചൂട് വയ്ക്കുമ്പോൾ മസിലുകൾ അഥവാ പേശികൾ അയയുന്നതായും വേദന കുറയുന്നതായും അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് ചിലർ ചൂട് വെച്ചപ്പോൾ വേദന കുറഞ്ഞു എന്നും മറ്റു ചിലർ ചൂട് വെച്ചപ്പോൾ വേദന കൂടി എന്നും പറയുന്നത്. കാരണം രണ്ടു കൂട്ടരുടെയും വേദനയുടെ കാരണം ഒന്നല്ല. കഴുത്തുവേദനയിൽ ചൂട് പാക്കോ ഐസ് പാക്കോ എങ്ങനെ വെക്കണം പറഞ്ഞു തരാം. ഐസ് പാക്ക് ഒരിക്കലും ചർമ്മത്തിൽ നേരിട്ട് വെക്കരുത്. അതൊരു തുണിയിൽ പൊതിഞ്ഞ് 10 മുതൽ 15 മിനിറ്റ് വരെ വയ്ക്കാവുന്നതാണ്. അതുപോലെ ഹോട്ട് പാക്കും 10-15 മിനിറ്റ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ചൂട് അമിതമായാൽ അത് ചർമ്മത്തിന് പൊള്ളലേൽപ്പിക്കാം. ഒരു പ്രധാന കാര്യം, കഴുത്തുവേദനയോടൊപ്പം കൈയിലേക്ക് ഇറങ്ങുന്ന വേദന, മരവിപ്പ്, ബലക്കുറവ്, പനി, നടക്കാൻ ബുദ്ധിമുട്ട്, അപകടത്തിന് ശേഷം ഉണ്ടാകുന്ന വേദന ഇവയിൽ ചൂട് പാക്കോ ഐസ് പാക്കോ വെച്ച് ഒരിക്കലും സമയം കളയരുത്. കാരണം അതിനു പിന്നിൽ സർവൈക്കൽ ഡിസ്ക് ബൾജ്, നെർവ് കംപ്രഷൻ, ഇൻഫെക്ഷൻ മുതലായ ഗുരുതരമായ കാരണങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ രോഗികളിൽ കഴുത്തുവേദന എത്ര നാളായി തുടങ്ങിയിട്ടെന്നും അത് കൈയിലേക്ക് ഇറങ്ങുന്നുണ്ടോ എന്നും, മസിൽ സ്റ്റിഫ്നെസ്, ബലക്കുറവ്, മസിൽ പ്രോബ്ലം ഉണ്ടോ, ഡിസ്ക് പ്രോബ്ലം ഉണ്ടോ, നെർവ് കംപ്രഷൻ ഉണ്ടോ എന്നിവയെല്ലാം വിലയിരുത്തിയ ശേഷമാണ് ഞാൻ ചികിത്സ നിശ്ചയിക്കാറുള്ളത്. നിങ്ങൾ കഴുത്തുവേദനയിൽ ചൂടാണോ വച്ചിരുന്നത് അതോ ഐസ് പാക്ക് ആണോ? കമന്റിൽ എഴുതൂ. കഴുത്തുവേദന മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കൂ. സ്പൈൻ, നെക്ക് പെയിൻ, ജോയിന്റ് ഹെൽത്ത് ഇവ സംബന്ധമായ കൂടുതൽ അറിവുകൾക്ക് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യൂ.